ഗൈസ് നമ്മൾ പൂഞ്ചിറയുടെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം മാറിപ്പോ ഒറ്റയടിക്ക് പൂഞ്ചിറ പോയി ഞാൻ. അങ്ങനെ നമ്മള് ഏലവീഴ പൂഞ്ചിറ കയറിയിട്ടുണ്ട്. വീണ്ടും മാറിയില്ല. ഇല്ലിക്കല്ലേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിത് ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ റൈഡ് പോകാനാണ് കേട്ടോ, സൺഡേ റൈഡ്. അപ്പം കൊട്ടാരക്കര ഒന്നുണ്ട് മോട്ടോഴ്സിലാണുള്ളത്. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേനും ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ബാക്കി കാര്യങ്ങൾ പോകെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അതിനെ മാപ്പിട്ടിട്ട് മുമ്പ് വിടട്ടെ, അതിന്റെ ഫോണും കൊടുത്തിട്ട് മുമ്പ് വിടട്ടെ. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഫോൺ പോക്കറ്റിനടുത്ത് നോക്കണ്ടല്ലോ. അതിനോട്ട് നണിക്കൂർ പോയിട്ട് ഞങ്ങള് തെങ്കാശിക്ക് 5 കിലോമീറ്റർ ബാക്കി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കിടന്ന് കറങ്ങി കാറ്റടി പാർക്കിന്റെ അകത്ത് വെച്ചിട്ട് രാത്രി. നമ്മളിങ്ങോട്ട് കയറി വരികയായിരിക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല മഴയായിരുന്നു, അതായത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് മഴ, ഹെവി മഴയായിരുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ഇല്ലിക്കലിന്റെ അവിടെയൊക്കെ കോട ഓടി കിടക്കുന്നു. എന്തായാലും നൈസ് വ്യൂ ആയിരിക്കും.
അതാണ് ഇല്ലിക്കല്ല് കേട്ടാ. നമുക്ക് അവിടെ നിന്ന് ഇല്ലിക്കല്ല് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഇവിടെ നോക്കുമ്പം ഓടുന്നില്ല, പക്ഷെ നൈസാണ്. വെയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂടിക്കിടക്കായിരിക്കും കേട്ടാ. മൈക്ക് കാണാൻ അറിയില്ല, ഞാൻ അതിലാണ് ഈ തന്ത്രപ്പാട് വരുന്നത്. കുറച്ച് നേരമായേ. പിന്നെ അഭിമാനം നോക്കി. എവിടെ നിന്നാണ് ഇല്ലിക്കല്ല് കയറുന്നത് ഗായ്സ്? എന്നാ നോക്കി അടിപൊളി. ഇത് 2 കിലോമീറ്റർ കൂടെ കാണുള്ളൂ കേട്ടോ ഇല്ലിക്കല്ലിലോട്ട്. 2 തോന്നുന്നു, ഏകദേശം അത്ര ഉണ്ടാവുള്ളൂ. ഈ മൈക്ക് കാണല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാം വോയിസ് ഓവർ ചെയ്യേണ്ടി വരും കേട്ടോ. തണുപ്പടിച്ചു തുടങ്ങി ഗൈസ്, തണുപ്പടിച്ചു തുടങ്ങി. എൻ്റെ ഗ്ലൗ എല്ലാം നാണിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗ മാത്രമല്ല, അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുക്കുന്നത്. കാരണം ഈ നമ്മുടെ ആക്ഷൻ ഫോണിനകത്ത് കണക്ടർ വെച്ചാലേ മൈക്ക് വർക്കാവുള്ളൂ. അപ്പം അതുകൊണ്ട് ആ കണക്ടർ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കാൻ.
ഇപ്പൊ നല്ല മഴ കുറവുണ്ട്, പക്ഷേ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ട്. തണുപ്പടിച്ചു തുടങ്ങി മേപ്പോട്ട് കയറി തുടങ്ങുന്നതുകൊണ്ട്. ഇല്ലിക്കലില് നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ആദ്യം എത്തിയിട്ടുണ്ടായി, രാഹുൽ ബ്രോ അവിടുത്തെ ഒരു നല്ല ക്ലൈമറ്റാണ്, നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഇല്ലിക്കലിൽ തന്നെ പോകാമെന്ന് വെച്ചേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്ക് സൈഡ് പോയിട്ടേ വരുള്ളൂ. ഇല്ലെങ്കിൽ വരുമ്പോൾ ആ ബോർഡൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് വഴിതെറ്റി പോവും. രാവിലെ നേരത്തെ എത്തിയോ? നേരത്തെ എത്തിയോ? കേട്ടോ അങ്ങോട്ടേക്കല്ലേ? മീനൊക്കെ ഉണ്ടല്ലോ മേത്ത്. വെള്ളം കയറിട്ടെ അതെ മൈക്കൊക്കെ വർക്കാണോ നോക്കണം. ഇത്ര നേരം കാര്യം പറഞ്ഞൊക്കെ കാറ്റിനോടാണോ? ഓക്കെ നമ്മള് പൂഞ്ചിറയുടെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം മാറിപ്പോ ഒറ്റയടിക്ക് പൂഞ്ചിറ പോയി ഞാൻ. ഒറ്റയടിക്ക് ഞാൻ പൂഞ്ചിറ എത്തിച്ചത്. അങ്ങനെ നമ്മള് ഏലവിടെ പൂഞ്ചിറ കയറിയിട്ടുണ്ട്. വീണ്ടും മാറിയില്ല, ഇല്ലിക്കല്ല്. അങ്ങനെ നമ്മൾ ഇതേ ഇല്ലിക്കല്ല് കയറിയിട്ടുണ്ട് കേട്ടോ മേളിൽ. അത്യാവശ്യം നല്ല കോടയാണ്. ഞാൻ മേപ്പോട്ടുള്ള വഴിയൊക്കെ കറക്റ്റ് നമ്മളല്ലേ ഡ്രീമിലൊക്കെ കാണില്ലേ അതേപോലെ ഉണ്ട്. എന്നെ ഫീലാണ് നോക്കി. ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് പോലെയുള്ള സൺഡേ റൈഡാണ് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം ടീമുകളെല്ലാവരും ഉണ്ട്. നല്ല മഴ ഉണ്ടായിരുന്നു കയറി വന്നപ്പം. പക്ഷേ ഇപ്പം മുകളിൽ എത്തിയപ്പോഴത്തേനും മഴയൊക്കെ തോന്നുന്നു. അത്യാവശ്യം കോട കൊണ്ട് മൂടി കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണിത്. വന്ന് എൻജോയ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നാലും കറക്റ്റ് സ്ഥലത്ത് നിക്ഷേപിക്കുക കേട്ടോ. എന്നാ വീഴണം നോക്കി, അത് രക്ഷയില്ല. മേപ്പോട്ട് കയറിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. രണ്ട് സൈഡിലും രണ്ട് വാക്കുകൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കീറി വീടായിരിക്കാനായിട്ടൊക്കെ. നേരത്തെ നമ്മൾ പണ്ട് വരുന്ന സമയത്ത് ഇവിടെ ഈ കൈവരിയൊന്നും ഇല്ലായിരുന്നു. റിസ്ക് പിടിച്ചോണ്ടായിരുന്നു കയറി പോകാൻ. എന്തായാലും ഇപ്പം കൊള്ളാം. വീഡിയോ അനന്തുവിൻ്റെ ചാനലിലും വരുന്നതായിരിക്കും, ഇൻസ്റ്റയിലും വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിന്റെ പേര് ഞാൻ ഇതിൽ കൊടുത്തേക്കും. എന്നല്ലേ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് കാണാൻ പറ്റുവേ. ഇല്ലാന്നുണ്ടെങ്കിലേ തപ്പി കണ്ടുപിടിക്കണ്ടേ അങ്ങനെ. സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് കയറിയൊക്കെ പോവാ. ഇടയ്ക്ക് കിടക്കുകയാണെങ്കിൽ നിൽക്കുക. പണ്ടത്തേലും മാറ്റമുണ്ട്.
കിതപ്പ് കുറവാ കൂടുതലാണോ? മറ്റേ കന്യാകുമാരി പോയിട്ട് മരുത്തോൻ മല, അവിടെ ഒരു മല ഉണ്ടല്ലോ, അത് പോയി കയറി. അത് കയറിയപ്പോഴത്തേക്കാളും ബെറ്ററാണ് കിതപ്പ്, അതിനേക്കാൾ കുറവുണ്ട്. അയ്യോ, പിന്നെ ഈ പിടിച്ചു തരാനുള്ള സാധനമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, കോടിത്തിരി മാറിയിരുന്നെങ്കിൽ അപ്പുറം കാണാമായിരുന്നു. പണ്ടൊക്കെ കൂടെ നടന്നു നോക്കേണ്ടതേ അല്ലേ? ഇപ്പൊ നടന്ന കേസെടുക്കും. അല്ല, ഒന്ന് തള്ളി നോക്കിയതാ, പണ്ടൊക്കെ നടന്നു നോക്കേണ്ടതാണ്. ആ, ഇവിടെ ഉണ്ട്, ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. ഹായ് കോട, പക്ഷെ കോട ഭയങ്കര രസമാണ്. കോട അതെ അതെ പെട്ടെന്ന്. ഓ സൂപ്പർ, ഹെൽമെറ്റ് ഊരണ്ടായിരുന്നു, ഞാനും വെളുത്തേനെ. ഞാൻ വെളുത്തിട്ട് മേഘവേദ ഞാനെന്നറിയാൻ വയ്യ. ഞാനാലോചിക്കുന്നത് ഇവര് തിരിച്ചു തയ്ച്ചെന്ന് തോന്നട്ടെ. എത്ര കൊണ്ട് എടുത്തോളൂ. ഷുഗറിലോ പെട്ടെന്ന് കുടി. നല്ല പ്രായമുള്ള മനുഷ്യനാ. ഈ ക്ലൈമറ്റ് നമ്മള് പ്രതീക്ഷിച്ചേട്ടാ, അത് കിട്ടി. പ്രതീക്ഷിച്ചതാണ് കിട്ടിയേട്ടോ. വന്ന കോലം എങ്ങനെ ഇറങ്ങുന്ന എങ്ങനെ? എല്ലാരും കെയർഫുൾ ആയിരിക്കണേ. കൂട്ടിയിടിച്ചു പുള്ളി തീർത്തി പിടിച്ചു വെള്ളോട്ട്. ജാക്കറ്റ് ഇല്ലാത്ത കാര്യം. ഒരു തുള്ളി വെള്ളം വെളിയിൽ പോത്തില്ല, അതാ ഇതിന്റെ മെയിൻ പ്രത്യേകത. ഒരു തുള്ളി വെള്ളം അടുത്ത് തെന്നി വാ, ചാടി ഇവിടുന്ന് ചാട്, എന്താ കൊട്ടാ ചാട് ചാടി കണ്ട് ഇറങ്ങടാ. എന്താ കൊത്തതാ, അതുവഴി ഡിവൈറ്റ് ചെയ്തു. ഇതിലൂടെ പോകാൻ പറ്റും. അജു ചാട്. ചാടി എന്റെ മണ്ടലൊന്നും വീഴല്ലേ പോലെ. ആ ചാടി ഇപ്പൊ കോട മാറിക്കാണില്ലേ, ഒന്നും പൊട്ടില്ല. എല്ലാരും പേടിപ്പിക്കും. ഇവിടെ അതാ ഇതിനകത്ത് പിടിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് 20 മില്യൺ വോൾട്ട് ഇതിനകത്ത്. അത് അങ്ങളെ അത് വേറെ വഴി, അത് വണ്ടിയാ. നമ്മളൊരു സാമൂഹ്യ ജീവിയല്ലേ. എവിടെ ഒരു ശബ്ദം. അജുനെ എനിക്ക് തോന്നുന്നു ഒരു കൊളയട്ട കേറിയിട്ടുണ്ടോ തോന്നുന്നു. എന്നാ എടുക്കണ്ട, അവിടെ അവിടെ ഇരിക്കട്ടെ, ഇനി താഴ്ചന്ന് എടുക്കാം. ഇനി രക്തം കുടിക്കട്ടെ, അവന് അനുഭവിക്കട്ടെ. ആ ദുരാത്മാവ് മരിക്കും. അതൊന്ന് ഊതും ഇങ്ങോട്ട്, അതൊന്ന് ഊതി കൈവച്ചേക്കാ ദൂരം ഇങ്ങോട്ട് ഊതും, ഇങ്ങനെ വെക്കത്തില്ല. ഇങ്ങോട്ട് വെക്ക്.
ഒന്നും കാണില്ല. കോട, നല്ല കോടയുണ്ട്. അടിപൊളി വൈബ്. എന്നാ രസം നോക്കി. സ്കൂളൊക്കെ ആണെന്ന് തോന്നുന്നു. സ്കൂളിൽ നമ്മുടെ എന്താടി വീണ്ടും പുഞ്ചിറ. കഴിഞ്ഞ വട്ടം നമ്മള് എലവിഴ പുഞ്ചിറ കയറിയപ്പം ട്രാം ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ട്രാം തന്നെ. അപ്പുറത്തെല്ലാം കോടയാണ്, ബാക്കിലെല്ലാം ഫ്രണ്ടിലോട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കണം. അവിടെ സൈഡാക്കിയാലോ? ഇവിടെ സൈഡാക്കല്ലോ. എവിടം വരെ പോന്നെ? എവിടം വരെ പോന്നെ? ആണല്ലോ. അല്ല അടിച്ചോ. കൊള്ളാല്ലേ? കത്തുന്നുണ്ടത്, കത്തുന്നുണ്ടത്.
അടൂര് വണ്ടിയാണല്ലോ, അടൂര് 26. ഇരിക്കണല്ലേ, ഹിമാലയന്റെ കുഴപ്പമില്ല, ഹിമാലയന്റെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് പൂഞ്ചിറേൻ്റെ മണ്ട കയറിയിട്ടുണ്ട്. ബൈക്ക് കയറില്ലെന്ന് പറഞ്ഞേ, പക്ഷേ ചോദിച്ചപ്പോൾ നാട്ടടുത്ത് ചുമ്മാ വിഷയമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയാണ്. അപ്പോൾ ആൾക്കാരെ തട്ടാതെ കയറി വരാൻ നോക്കാം കേട്ടോ. ഇത് അഡ്വഞ്ചറൊക്കെ എടുക്കണം അതിൻ്റെ കൂടെ കൊള്ളല്ലേ. ബാക്കി ആൾക്കാരൊക്കെ താഴേക്കാ, ഞങ്ങളുടെ രണ്ടുപേരും മാത്രമേ കയറി വന്നിട്ടുള്ളൂ. താഴെ ഇറങ്ങിപ്പോയിട്ടാണ് അവരെ വിളിക്കാൻ. കൊള്ളാം. അല്ലേ ഇറങ്ങിക്കോ, ഞാൻ ബാക്ക് വരാം. ആണോ? അല്ലേ ഇത് പോയിട്ട് ഇറങ്ങിപ്പോണം.
അനിത് റൂട്ടിട്ട് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു, വൈകിട്ടത്തെ ഫുഡടിയും കഴിഞ്ഞു. ഇനി എല്ലാവരും പോവാണ്. 10:30 എല്ലാവരും ഒരുമിച്ച് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോകാൻ കേട്ടോ. 3 ഇൻ്റർസെപ്റ്റർ ഉണ്ട്. ഒന്നാണ്ട് 1 ഇതേണ്ട്. ഇത് സോളോ സീറ്റ് വെച്ച് വണ്ടിയാണ്. പിന്നെ ഒരു 100 ഉണ്ട്, 4 പിന്നീട് നമ്മുടെ സ്റ്റാം ക്ലാസിക്, ഇത്രയും വണ്ടികളാണുള്ളത്. ബാക്കിയുള്ള എല്ലാവരും വൈൻഡപ്പ് ചെയ്ത് പോയി. എന്തായാലും കുറച്ച് നൈറ്റ് ഓടിക്കുന്ന വിഷയം കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ കുറേ വരുന്നതായിരിക്കും കേട്ടോ. മുമ്പോട്ട് ഇനിയും കുറേ വീഡിയോകളുണ്ടാവും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫോളോ ചെയ്യാത്ത നിങ്ങളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ കഴിച്ചെടുക്കുക. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ റസൂൽ 25 സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ലവ് യു ഗൈസ്.